ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെബ്രുവരി 2025 മന്ത്ലി പ്രഡിക്ഷനിലെ ആദ്യ ഘട്ടമാണ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പുകൾക്ക് 3 പൂക്കളെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒന്ന് ചൂസ് ചെയ്യാം. ഇൻറ്റ്യൂട്ടീവ്ലി വേണം ചൂസ് ചെയ്യാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 2 ഗ്രൂപ്പുകളിലെയും സന്ദേശങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ മെസ്സേജസ് സ്വീകരിക്കാം. അതുപോലെ ആവർത്തിച്ച് വരുന്ന സന്ദേശങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യാം. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മൊത്തം ഗ്രൂപ്പിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പോ ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ വ്യക്തികൾ, പ്യുവർലി സിംഗിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഫെബ്രുവരി 2025 എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെ അതിനുശേഷം മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികൾ, പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 സിംഗിൾ ആയിട്ടിരിക്കുന്ന കളക്റ്റീവ്, അവരുടെ ഫെബ്രുവരി 2025 അവരുടെ പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? നമുക്ക് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് തുടക്കം കിട്ടിയിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ബിഗിനിങ് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ന്യൂ ചാപ്റ്റർ. ഓക്കെ, അത് ചിലപ്പോൾ സെൽഫ് ലവിൻ്റെ ചാപ്റ്ററും ആകാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പൊതുവേ വളരെ ഒരു സ്നേഹവും ആ ഒരു കെയറും ആ ഒരു സപ്പോർട്ടും ഒരു അറ്റൻഷനും ഒക്കെ കിട്ടുന്നൊരു മാസമാണ് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വളരെ പേഷ്യൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ അവരെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന മാസം, അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മാസം എന്ന് കാണുന്നു. അത് എന്താ പറയണ്ടേ, അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ഇത്രയും നാൾ വളരെ പേഷ്യൻ്റായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാത്രം കൺസിസ്റ്റൻ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ഈ ഒരു മാസം മീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, വളരെ കൂടുതലാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാനാകുന്നത്? നിങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് എന്താ പറയണ്ടേ, നിങ്ങൾക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഒരു ഈ പറഞ്ഞ പോലെ പാർട്ട്ണർ ഇല്ല അല്ലെങ്കിൽ ഒരു കൂട്ടില്ല എന്നുള്ളൊരു ടെൻഷനുള്ളൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു എന്താ പറയണ്ടേ എൻഡ് വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ ഒരു എന്താ പറയണ്ടേ ആ ഒരു മീറ്റിംഗ് കാണുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഫെബ്രുവരിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നല്ല ഞാൻ കാണുന്നത്, കുറച്ച് ഫെബ്രുവരിയുടെ ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കാം, ലാസ്റ്റ് 2 വീക്സിനുള്ളിലൊക്കെ ആയിരിക്കാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു അറേഞ്ച് മാരേജ് സിനാരിയോയിൽ നിങ്ങൾ അതിലൂടെ പാർട്ട്ണറെ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾക്ക് ഞാൻ കാണുന്നു ഈ വ്യക്തി നിങ്ങളുടെ വീട്ടുകാർ വഴി, അതായത് അവരുടെ വീട്ടുകാർ വഴി നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് കണക്ട് ചെയ്ത് പ്രപ്പോസലായിട്ട് വരികയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ. പിന്നെ നിങ്ങൾ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ ചിലർക്ക് ഈ 2 കാറ്റഗറിയിലും പെടാത്ത ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സ്പൗസ്, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം, ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ,
ആ ഒരു ഡിലേ, ഒരു ആൻസൈറ്റി, ഒരു സ്ട്രെസ് ആ വ്യക്തി ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് 1 സിംഗിൾ ആയിട്ടുള്ളവരിൽ ആ ഒരു സമയം, ആ ഒരു എന്താ പറയണ്ടേ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞ, വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇതൊരു ന്യൂ ലവ് ആണെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൊരു അട്രാക്ഷൻ പോലും തോന്നാത്ത ഒരാളാണ് കേട്ടോ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അവരാണ് വരുന്നതെന്ന് കാണുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണെന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് 1 സിംഗിൾ ആയിട്ടുള്ള കളക്ടേഴ്സിന് അവരെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ഗൈഡൻസ് ഈ പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തിന്? നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറയണു. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, എങ്ങനെ ആഗ്രഹിക്കുന്നു, അത് മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ കാര്യത്തിൽ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ, ഒരു ചാൻസ് കാണുന്നു എന്നിട്ട് ആ മാനിഫെസ്റ്റേഷൻ റിച്വൽസ് ഒന്നും നിർത്തരുതെന്ന് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്യുക. സെൽഫ് ലവും മാനിഫെസ്റ്റേഷനും ഒരുമിച്ച് കൊണ്ടുപോകണം. അതായത് ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ സെൽഫ് ലവ് ജേർണിയും ഒരുമിച്ച് ഒരേ ഇമ്പോർട്ടൻസിൽ കൊണ്ടുപോകേണ്ട ഒരു മാസമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറഞ്ഞു. കാരണം നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഒരു ഒരു ആത്മവിശ്വാസം കൂടുന്ന തരത്തിൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം കൂടുന്ന തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അത്യാവശ്യം ആളുകളായിട്ട് ഇടപഴകാനും പറയുന്നു. ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഒക്കേഷൻസ് കിട്ടുന്നുണ്ട് ഇപ്രാവശ്യം. ഓക്കെ, ഈ ഒരു മാസത്തിൽ ഒരുപാട് ആളുകളെ കാണാനും മീറ്റ് ചെയ്യാനും ഫംഗ്ഷനുകളുടെ ഒക്കെ ഭാഗമാകാനും അങ്ങനെ കിട്ടുന്ന ഒക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കിട്ടുന്ന ഒരു ഇൻവിറ്റേഷൻസ് ഒന്നും അത് വെറുതെ കളയരുത്. നിങ്ങളത് അങ്ങനെ എൻഗേജ്ഡ് ആകേണ്ട, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം എന്ന് എടുത്ത് പറയുകയാണ് യൂണിവേഴ്സ്. അതുകൊണ്ട് അങ്ങനെ മടിച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ കംഫോർട്ട് സോണിൽ തന്നെ ഇരുന്ന് ഈ ഒരു മാസം കളയരുത്. നിങ്ങൾ കൂടുതൽ ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ട, നിങ്ങൾ നല്ല ഇപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും നല്ല ഭംഗിയിൽ ഒരുങ്ങി അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നും ചെയ്യും എന്നാണ് എനിക്ക് കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അർജ് ഉണ്ടാവും, നല്ല ഭംഗിയിൽ ഒരുങ്ങി പോകണം, ഇപ്പോൾ ഓരോ ഒക്കേഷൻ അനുസരിച്ച് പക്ഷെ എന്നാൽ നല്ല രീതിയിൽ ഒരുങ്ങി പോകണം എന്നൊക്കെ അങ്ങനെ ഒരു തോന്നലൊക്കെ ശക്തമായിരിക്കും. അപ്പോൾ ആ തോന്നലുകളെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്, അത് ഫോളോ ചെയ്യണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും? അപ്പോൾ ഗ്രൂപ്പ് 1 ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച്? ഓക്കെ, നിങ്ങൾക്ക് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണ് ഞാൻ കാണുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കാണുന്നുണ്ട്, ഒരുപാട് പാഷൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അപ്പോൾ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ഡേറ്റിനൊക്കെ പോകാനുള്ളൊരു സാധ്യത കാണുന്നു. നിങ്ങളിൽ ചിലർ അവർ പ്രപ്പോസ് ചെയ്യാനുള്ള, അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരൊരു മാരേജിലേക്ക് കടക്കാനുള്ള ആ പ്രപ്പോസൽ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, വളരെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ കാണാൻ സാധിക്കുന്നത്. പൊതുവേ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ഫെബ്രുവരി 2025. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം. മാത്രമല്ല നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഇൻറ്റിമസിയും കൂടുതൽ സ്ട്രോങ് ആകുന്ന ഒരു മാസമാണെന്ന് കൂടെ കാണുന്നു. നിങ്ങൾക്ക് പരസ്പരം ആ ഒരു വളരെ ഒരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നുന്നതാണ്. ആ ഒരു പുൾ നിങ്ങൾക്ക് വളരെയധികം തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുക. ഓക്കെ, ആ ഒരു റൊമാൻസൊക്കെ അത് എൻജോയ് ചെയ്യുക, അതിന് മടിക്കേണ്ട ആവശ്യമില്ല എന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ളവർ ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടാണെങ്കിൽ പോലും അയ്യോ ഇത്രയൊക്കെ വയസ്സായില്ല, ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും ആ സ്നേഹം, ആ ഒരു ഇൻറ്റിമസി ഒക്കെ വേണ്ട തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഏജ് ബാർ, ഒരു ഡെഡ് ലൈനൊന്നും ഇല്ല. അത് സമൂഹത്തിലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ആ ഒരു അതിനുള്ളൊരു പെർഫെക്റ്റ് ടൈമാണ് എന്ന് കാണുന്നുണ്ട് ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക.
എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാനീ പറഞ്ഞ പോലെ വളരെ സന്തോഷം തരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ലിറ്ററലി നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാറ്റം. മിക്കതും നിങ്ങൾ ഈ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ നിങ്ങളൊരു പ്രപ്പോസൽ, ഒരു എൻഗേജ്മെൻറ്റ്, ഇതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഇടയിൽ ഒരു സന്തോഷം തരുന്ന, വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഇതൊരു കുറച്ച് സർപ്രൈസ് ആയിരിക്കും എന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് സർപ്രൈസ് ആയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു വാർത്ത വരുന്നതും ഒക്കെ. അപ്പോൾ ഒരു ആഘോഷം നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും കൂടെ ആഘോഷിക്കുന്നതായിട്ട്, പുറത്തു പോകുന്നതായിട്ട്, എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങൾ വളരെ ഇമോഷണലി ഫുൾഫിൽഡ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹ ജീവിതം എക്സ്പെക്ട് ചെയ്യുന്നത് ആ ലെവലിലേക്ക് അത് എത്തുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ട്രൂലി വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ടും കാണുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് അവിടെ. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നല്ലൊരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവർക്കുള്ള ഗൈഡൻസ്, അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിലേക്കായിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നിൽക്കാതെ അത് സോൾവ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നോക്കൂ, ചിന്തകളാണ്, കാരണം സോഴ്സ് എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ദയവ് ഇത് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് തുറന്ന് പറയാം. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചെയ്ത് എനിക്ക് ഒരുപാട് വിഷമമായി, ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല, അത് ദേഷ്യപ്പെട്ട് പറയണ്ട, വളരെ സമാധാനത്തോടെ പറയാം. ഓക്കെ, അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ സമാധാനത്തോടു കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് നിങ്ങളുടെ അഭിപ്രായമല്ല, എന്നെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇന്നതാണ്, എൻ്റെ കാഴ്ചപ്പാട് ഇന്നതാണ്, അത് തന്നെ വളരെ സമാധാനത്തിൽ പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങളതൊരു മെച്യൂറായിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് എന്താ പറയുക, ഇല്ലാത്ത കാര്യങ്ങളും ചിന്തിച്ചെടുത്ത് വേദനിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ഒരു സാധ്യത കാണുന്നു. അത് ദയവ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്, അതായത് നിങ്ങളുടെ പാർട്ട്ണർ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ കുറേ അനുമാനങ്ങളാണ്, അത് അങ്ങനെയായിരിക്കും, അതുകൊണ്ടാണ് ആൾ അങ്ങനെ ചെയ്തത്, ഇങ്ങനെയായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞ് ചിന്തിച്ച് അതിൽ നിന്ന് വേദനിച്ച് പിന്നെ അതിൻ്റെ പുറത്തൊരു വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് റിയാക്ട് ചെയ്യുക, പിന്നെ അതൊരു വഴക്കിലേക്ക് പോവുക, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, മാക്സിമം പീസ്ഫുൾ ആയിട്ടിരിക്കുക. ഞാൻ കേൾക്കുന്നത് നിങ്ങളുടെ തലയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു ടെൻഡൻസി അങ്ങോട്ട് ഒഴിവാക്കാൻ. ഓക്കെ, നിങ്ങൾ കുറച്ച് ചിന്ത കൂടുതലുള്ള ആളുകളാണ്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ കുറച്ചും ഒന്ന് റിലാക്സ്ഡ് ആവുക. നിങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ അമിതമായി ചിന്തിച്ച് കൂട്ടുന്ന നെഗറ്റീവായിട്ടുള്ള അതൊന്നും റിയാലിറ്റി അല്ല, അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ഓക്കെ, നമുക്ക് ചിന്തിക്കുമ്പോൾ എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം, അതൊക്കെ സത്യമാവുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരു ചിന്തയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയാൽ അത് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് നല്ലോണം ശ്രദ്ധിക്കുക. അനാവശ്യമായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ ലവ് ലൈഫ്, ഈ ഫെബ്രുവരി മാസത്തെ ലവ് ലൈഫിൽ അവർക്ക് എങ്ങനെയായിരിക്കും പൊതുവെ അവരുടെ ഒരു എനർജി, അവർക്ക് എങ്ങനെയായിരിക്കും ഒരു ഫെബ്രുവരി മാസം ലവ് ലൈഫിനെ ആയിട്ട് ബന്ധപ്പെട്ട്? ഞാൻ കാണുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, അതായത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു മാസം. അപ്പോൾ നിങ്ങൾ വളരെ ഒരു മെച്യൂറായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കണ്ടുകൊണ്ട് നിങ്ങൾ
ഫൈനലി ഓക്കെ നിങ്ങൾ തീരുമാനിക്കുകയാണ് മൂവ് ഓൺ ചെയ്യാം. ഇനി ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഓർമ്മകളെ എന്നും സൂക്ഷിക്കുക, മനസ്സിൽ സൂക്ഷിക്കുക. പക്ഷേ ആ ഓർമ്മകളിൽ മാത്രം ജീവിച്ചു പോകുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടുന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സമയം, ഓക്കെ, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ. നിങ്ങളെന്ന വ്യക്തിയെ ഒന്നും കൂടെ ബെറ്റർ ആക്കാനായിട്ട്, ഓക്കെ, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് ആണ് എനിക്കിവിടെ കൂടുതലായി കാണുന്നത്. കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ആ ഒരു ശക്തമായ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. നിങ്ങളിൽ ആ ഒരു കഴിഞ്ഞു പോയ സമയം അതുണ്ടാക്കിയിട്ടുള്ള ട്രോമ, വൂൺസ്, അതിൽ നിന്നൊക്കെ ഹീലാകാനായിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. നിങ്ങൾക്ക് ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷൻ വളരെ അധികം ഇമ്പ്രൂവ് ആവുന്നത് കാണുന്നു. നിങ്ങളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങളിൽ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം, അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അത്, അല്ല നിങ്ങൾക്ക് മുന്നോട്ട് ഇതുപോലെ നല്ലൊരു ലൈഫ് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ഒരു ഫ്രൂയിഷനിലേക്ക് വരുന്ന മാസമാണ്. അത് നടക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അതിനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു തോന്നലാണ്, ശക്തമായൊരു ഉൾപ്രേരണ, ഞാൻ കേൾക്കുന്ന വാക്കതാണ് ഉൾപ്രേരണ. ഓക്കെ, ഉണ്ടാകുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അത്രയും ആപ്റ്റായൊരു മെത്തേഡ് നിങ്ങൾ കണ്ടെത്തുകയാണ്. ചിലപ്പോൾ വളരെ ആകസ്മികമായിട്ട് വരുന്നതായിരിക്കും. ആ യാദൃശ്ചികമായിട്ട് വരുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളിങ്ങനെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളത് ഫോളോ ചെയ്യുന്നു. അത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക. ചിലപ്പോൾ ചിലർക്ക് ഒരു പാർട്ട്ണർ വേണമെന്നുണ്ടായിരിക്കാം. മറ്റു ചിലർക്ക് നിങ്ങൾ തന്നെ മതി, വേറെ ആരും വേണ്ട എന്നുണ്ടാവാം. നിങ്ങളുടെ കുടുംബത്തിനോട് കൂടുതൽ കണക്റ്റഡായി നിങ്ങളുടെ ആ സോളിറ്റ്യൂഡൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു മാസം. ഓക്കെ, അങ്ങനെ കാണുന്നു. അപ്പോൾ പൊതുവേ നിങ്ങൾ ഒരു നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം, ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന പോലത്തെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 1 കളക്റ്റീവിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ റുട്ടീൻ, ഇപ്പോൾ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക. ഒരു പുതിയ സ്കില്ല് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുന്നു കാണുന്നു. പിന്നെ ജീവിതത്തിൻ്റെ ആ റുട്ടീനിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. അപ്പോൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഒരു ക്ഷമയോടെ സമീപിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമായിരിക്കും ഫെബ്രുവരി മാസം. അതേസമയം നിങ്ങൾ ചിലപ്പോൾ ട്രിഗേർഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം 5 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ഉപദേശിക്കാൻ ഒരു ശ്രമം നടത്തുകയോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു ആ സമയത്തിനോട് പൊരുത്തപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിനോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ ജീവിതത്തിലൊരു പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ്, കുറച്ച് സന്തോഷവും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാകും ചിലർ ഈ പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ഉപദേശം ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദയവേത് അവരായിട്ട് വഴക്കുണ്ടാക്കരുത്. ഓക്കെ, അതിനൊരു ടെൻഡൻസി ഞാൻ കാണുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്.
അവർ നിങ്ങളെ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും, അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കണം എന്നാണോ ആശ്വസിപ്പിക്കണം എന്നാണോ എന്നുള്ളത്. അങ്ങനത്തെ അതായത് വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വരുന്ന വ്യക്തികളെ മാറ്റി നിർത്തുക. ഈ പറഞ്ഞ പോലെ വഴക്കിടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങളൊരാളായിട്ട് വഴക്കിട്ടാൽ തന്നെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അതുപോലും വേണ്ട. അപ്പോൾ അവരെ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ പിന്നെ പറയുന്നവർ നിങ്ങളോട് സ്നേഹം കൊണ്ട് നിങ്ങളെ ഉപദേശിക്കുന്ന ആളുകളോട് പറയാം, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഓക്കെ, എനിക്ക് അതിന് കുറച്ച് സമയം വേണം, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ആലോചിക്കാനോ ആ ഒരു കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് സംസാരിക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ സമാധാനത്തിൽ അവരോട് പറയാം. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സ്വസ്ഥമായൊരു മാസമായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളിപ്പോൾ ഇനി ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഒരു പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറയുന്നു. ഓക്കെ, കൂടുതലും നിങ്ങൾക്കൊരു സോഴ്സ് ഓഫ് ഇൻകം, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിൽ തുടങ്ങാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എന്തൊക്കെയാണ് ക്യാപ്സ്യൂൾ ക്ലൂസ്? അവരിപ്പോൾ അവരുടെ ഫെബ്രുവരി മാസത്തെ ലവ് ലൈഫ് എങ്ങനെയാണെന്നുള്ള മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, നമുക്ക് ക്ലൂസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഓട്ടം ഫോൾ സീസൺ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടം ഫോൾ സീസണിൽ വരുന്നത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ ഒക്ടോബർ. ഓക്കെ, ഓഗസ്റ്റ് ആക്ച്വലി ഇല്ല ഓഗസ്റ്റ് വരില്ല. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഫസ്റ്റ് വീക്കൊക്കെ വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജന്മമാസമാകാം, അല്ലെങ്കിൽ ശരിയാണ്, ഒക്ടോബർ മാസം വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. പിന്നെ ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട്, ജൂലൈ മാസം. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മമാസമായിരിക്കാം. പിന്നെ നമുക്ക് 2 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങളുടെ സൺ മൂൺ റൈസിങ് സൈൻസ് ഏതെങ്കിലും ആകാം. കാപ്രിക്കോൺ, സാജിറ്റേറിയസ്. പിന്നെ നമുക്ക് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട് 17, 13, 4, 10. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. അല്ലാതെ നിങ്ങളുടെ എന്താ പറയണ്ടേ, ഈ ഫെബ്രുവരി മാസത്തിൽ ഈ തീയതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് ഈ തീയതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു IWOSGMHE ഇത്രയും ആൽഫബറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലത്തെ ഏതെങ്കിലും ആൽഫബറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും നേരം റീഡിംഗ് കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മറ്റു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഫെബ്രുവരി മാസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫെബ്രുവരി മാസം, അതായത് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്നു. അപ്പോൾ അതിലാദ്യം തന്നെ സിംഗിളായിട്ടിരിക്കുന്നവർ, ഓക്കെ, ഇതുവരെയും ഒരു റിലേഷൻഷിപ്പിൽ ആകാത്ത ആളുകൾ, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള സിംഗിൾസ് ആയിട്ടുള്ള കളക്റ്റീവ്, അവർക്ക് ഈ ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും? ഓക്കെ, ഒരു സോൾമേറ്റ് എൻട്രി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി പരിചയമുള്ള ആളായിരിക്കും, അതായത് എക്സ് പാർട്ട്ണർ എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ വളരെയധികം ലൈഫ്, നിങ്ങളുടെ ആ ഒരു സിംഗിൾ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ. നിങ്ങളതിങ്ങനെ എൻജോയ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ജീവിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾ സ്പിരിച്വലി വളരെ ഒരു അലൈൻഡ് ആയിരിക്കും എന്നും കൂടെ കാണുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ലവ് ലൈഫിൽ നിങ്ങൾ എവിടെ ആയിരിക്കണമോ, ഓക്കെ, അത് എനർജറ്റിക്കലി നിങ്ങൾ ആ ഒരു പോയിന്റിൽ എത്തിയിരിക്കുന്ന ഒരു മാസമായിട്ടും കൂടെ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ സ്പെസിഫിക്കലി ഒരു 6 ഓഫ് കപ്സ് എനർജി, ഒരു സോൾമേറ്റ് എനർജീനെ ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഈ 6 ഓഫ് കപ്സ്? ആരാണ് ഈ 6 ഓഫ് കപ്സ്? ആരാണ് 6 ഓഫ് കപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കാർഡ് സൺ കാർഡാണ് കേട്ടോ. ഹാപ്പിലി അവർ ആഫ്റ്റർ എനർജിയാണ്. ഒരു ലിയോ സൈൻ അല്ലെങ്കിൽ ഒരു ഫയർ സൈൻ എനർജി. നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ ആവാനുള്ള എല്ലാ സാധ്യതയും എനിക്കിവിടെ കാണാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, ഒരു ലോങ് ടേം പാർട്ട്ണർ, അതായത് ആ പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് ഒരു മാരേജ് ചെയ്താൽ ഒരു സന്തോഷമുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക, വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു, ഇത് 2 കാർഡും ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാളും നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്ഷൻസ് എടുത്തിരുന്നത്, അത് ഫുൾഫിൽ ചെയ്യുന്നൊരു മാസമായിട്ട് ഞാൻ കാണുന്നു ഫെബ്രുവരി മാസം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ രീതിയാവും. ചിലപ്പോൾ നിങ്ങൾ അറേഞ്ച് മാരേജ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രപ്പോസൽ ആവാം അത് വരുന്നതായിട്ട് കാണുന്നു. അതല്ല, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു എന്താ പറയുക, നിങ്ങളോടൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിനെ കണ്ടുമുട്ടുന്നു, ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ നേരിട്ട് ഫാമിലിയിൽ വന്നിട്ട് കല്യാണം ആലോചിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് പാർട്ട്ണർ, ആ ലോങ് ടേം പാർട്ട്ണർ നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങൾ ശരിക്കും നിങ്ങളത് നോട്ട് ചെയ്യും. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു എത്ര കാലമായിട്ട് നിങ്ങളൊരു വ്യക്തിക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലവ് ലൈഫിൽ, ആ മാറ്റം നടക്കുന്ന ഒരു മാസം. അങ്ങനെ അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഹാപ്പിലി എവർ ആഫ്റ്റർ കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, അവർ വരുന്നു എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ആ ഒരു സിംഗിൾ ലൈഫ് നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനുള്ള ഒരു ഫൈനാൻഷ്യൽ കപ്പാസിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്ന പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി അങ്ങനെയൊക്കെ നടന്ന്, അങ്ങനെ നിങ്ങളുടെ ഒരു എന്താ പറയുക, റൊമാൻറ്റസൈസിങ് യുവർ ലൈഫ് എന്ന് പറയില്ലേ, ഒരു വ്യക്തിയുടെ ആവശ്യമില്ല, നിങ്ങൾ അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ റൊമാൻസ് കൊണ്ടുവരികയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു മാസമായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫെബ്രുവരി മാസം കാണുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള സിംഗിൾസ്, അവർക്കുള്ള ഗൈഡ് ലൈൻസ് എന്താണ് ഈ ഫെബ്രുവരി മാസത്തിൽ, അവർക്കുള്ള നിർദ്ദേശങ്ങൾ. ആ സോളിറ്റ്യൂഡ് എനർജിയിൽ നിങ്ങളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ഹീലിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരു ചെറിയ ഹീലിംഗ് നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ സോളിറ്റ്യൂഡ് എനർജിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഈ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സെൽഫ് കെയർ ജേർണിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്ന് ഞാൻ കാണുന്നുണ്ട്. പിന്നെ യാതൊരു കാരണവശാലും കഴിഞ്ഞു പോയ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ, അത് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവണമെന്നില്ല കേട്ടോ, അങ്ങനെ ഒരു എനർജി അല്ല എനിക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകളോ അല്ലെങ്കിൽ അതിൽ ആ സമയത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. അവരെ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയണ്ടേ, ആ പഴയ കാര്യങ്ങൾ, ആ വേദനിപ്പിച്ച സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയൊരു ചാപ്റ്ററാണ്. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് അത് ഓർക്കാതെ ഇരിക്കുക. അത് കഴിഞ്ഞു പോയതാണ്. ഇത് ന്യൂ റിയാലിറ്റിയാണ്, ഇത് നിങ്ങളുടെ ന്യൂ വേർഷനാണ്. ഓക്കെ, നിങ്ങളുടെ ന്യൂ വേർഷനെയാണ് ആ വ്യക്തി കാണുന്നത്. അങ്ങനെ മാക്സിമം അവരായിട്ടൊരു കണക്ഷൻ, അതായത് എസ്പെഷ്യലി നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവരായിട്ടൊരു കണക്ഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവരതിന് ഇനീഷ്യേറ്റ് എടുത്താൽ പോലും നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് എടുത്ത് പറയുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ഫെബ്രുവരി മാസം നിങ്ങൾ എത്രത്തോളം സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രയും നിങ്ങൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് ടെൻഡൻസി കുറയ്ക്കണം.
അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ്, ഫിയർ, ആൻസൈറ്റി, പെയിൻ ഇതൊക്കെ തരുന്ന കാര്യങ്ങൾ ഒക്കെ വ്യക്തികൾ ഇവരിൽ നിന്നൊക്കെ നിങ്ങൾ അകന്ന് നിൽക്കുക. അപ്പോൾ അതിന് നിങ്ങളൊരു സോളിറ്റ്യൂഡ് അത്യാവശ്യമാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് എങ്കിൽ, ഇപ്പോൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫെബ്രുവരി മാസം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാർഡും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേഞ്ച്, പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഒക്കെ സംഭവിക്കുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹിഡൻ ആണ് ഓക്കെ എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, അതെന്താ ഇങ്ങനെയാകും എന്നറിയില്ല എന്നൊരു സ്റ്റേറ്റിലാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നു. നിങ്ങളതിൽ നന്നായി വർക്ക് ചെയ്ത് അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സ്ട്രോങ്ലി ഗൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഉത്തരത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണെന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവും, എന്തോ എന്നിൽ നിന്ന് മറക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ, എന്താണ് അവർ മറക്കുന്നത്, എന്താ സംഭവം, അങ്ങനത്തെ ഒരു ടെൻഷൻ. അപ്പം ഇനി റിലേഷൻഷിപ്പിനെ അതായത് ചിലപ്പോൾ ആളൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു സ്ട്രെസ്സൊക്കെ വരാൻ സാധ്യത. അപ്പോൾ നിങ്ങളത് കണ്ടെത്താനായിട്ടൊരു ശ്രമം, നിങ്ങൾ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് എന്താണെന്ന് കണ്ടെത്താൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വേസ്റ്റ് കേസ് സിനാരിയോ ആണ്, സംതിങ് റോങ് എന്നാണ് നിങ്ങളുടെ ഒരു തോട്ട്. പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ട് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സർപ്രൈസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഇതായിട്ട് ഇങ്ങനെ എന്തോ മറിഞ്ഞിരിക്കണം, എന്തോ പറയണില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയൊരു പ്രശ്നമില്ല എന്നുള്ളത്. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആകും ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളതിനെ വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങൾ ആ ഒരു ഇവരെന്തോ എന്നിൽ നിന്ന് മറക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാണ്, ഒരു കാര്യമായിട്ടൊരു സർപ്രൈസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ഈ സർപ്രൈസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാനുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് നടക്കേണ്ട ഒരു സമയമാണ്. അത് ആ സമയത്ത് ആ ഡിവൈൻ ടൈമിങ്ങിലാണ് ആ കാര്യം നടക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സർപ്രൈസിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് അത് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങളിലുള്ള കഴിവുകൾ അത് തിരിച്ചറിയാൻ പറ്റുന്നു എന്ന് കാണുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രൂ വർത്ത് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു സമയം, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം ശരിയാണ് എന്നുള്ള ആ ഒരു പ്രൂഫ് കൂടെ കിട്ടുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഓപ്പണായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറയുന്നു. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ ഒന്ന് അങ്ങനെ കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മുന്നും പിന്നെ നോക്കാണ്ട് തീരുമാനങ്ങൾ എടുക്കുക, മുന്നും പിന്നെ നോക്കാണ്ട് കാര്യങ്ങൾ പറയാം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണറിനെ വേദനിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്രാക്ക് ഉണ്ടാക്കുന്ന തരത്തിലോ ഉള്ള ഒരു കാര്യമായിട്ട് മാറാം. ഓക്കെ, പ്രത്യേകിച്ച് ആ ഒരു എടുത്തു ചാടി എന്തെങ്കിലും പറയുന്നത്, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ
എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പോവുക. ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഈ മാസത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ അത് എന്താണെന്നറിയാത്തതിൻ്റെ ഒരു സ്ട്രെസ്സ് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുക പെട്ടെന്ന് ചിലപ്പോൾ തീരുമാനം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുക. നിങ്ങളുടെ ആ ഉള്ളിലുള്ള സ്ട്രെസ്സാണ്, പക്ഷെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് ദയവേത് ചെയ്യാതിരിക്കുക, വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ പറയുന്നു. നിങ്ങൾക്കൊരു പോസിറ്റീവ് ഷിഫ്റ്റ്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അതും ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു വളരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടൊരു എനർജി ഉണ്ടാവും, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരിക. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുക വിഷ്വൽ ഇങ്ങനെ കണ്ണിലേക്ക് വരിക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകിച്ചൊരു ഉച്ച സമയത്ത് അങ്ങനെ കിടക്കുകയാണ്, അങ്ങനെ നിങ്ങൾ നാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ചെറിയ മയക്കത്തിലാകുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു നിങ്ങൾക്ക് അത് സ്വപ്നമാണെന്നാണ് തോന്നുന്നത്, പക്ഷേ വിഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലാവും നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ട് ആ മെസ്സേജ് കിട്ടുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നോക്കാം. അപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 2 കമ്മിറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, ഇവർക്ക് ഫെബ്രുവരി 2025 അതിലവരുടെ പ്രണയജീവിതത്തെ സംബന്ധിച്ച് എന്ത് നിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഈ പറഞ്ഞ പോലെ ധൈര്യമായിട്ടിരിക്കാൻ പറയണു. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ മൂന്നാമതൊരാൾ കടന്നു വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നേ കഴിഞ്ഞു പോയതായിരിക്കാം, അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് എന്താ പറയുക വീണ്ടും എടുത്തിട്ട് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ സോൾവ് ചെയ്തൊരു കാര്യമായിരിക്കാം, പക്ഷെ വീണ്ടും ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് അത് വീണ്ടും എടുത്തിട്ട് അല്ലെങ്കിൽ ബാധിച്ച് ജയിക്കാൻ വേണ്ടി അതെടുത്ത് പറയാം. അങ്ങനത്തെ പരിപാടി, അങ്ങനെ ഒരു ടെൻഡൻസി വന്നാൽ ചെയ്യരുത്. ഓക്കെ, അത് കൂടുതൽ പ്രശ്നങ്ങളാക്കും എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് ഈ എന്താ പറയുക ഓരോന്ന് നിങ്ങളായി ചിന്തിച്ച് കൂട്ടി നിങ്ങളൊരു തീരുമാനത്തിലെത്തരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ അനാവശ്യമായിട്ട് ഓരോന്ന് തലയിലേറ്റ് വെക്കരുതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ അത് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം അത് ചെയ്യാൻ പറ്റും എന്ന് പറയുക, അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ്, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ്, പക്ഷെ നിങ്ങൾക്ക് പിന്നെ അതൊരു ബേർഡനായിട്ട് മാറുന്നൊരവസ്ഥ. അപ്പോൾ ബേർഡനായിട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ആ തന്ന ആളോട് ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു രണ്ടുപേരുടെ ഇടയിലൊരു പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലൂടെ കാണാനായിട്ട് ശ്രമിക്കാൻ പറയുന്നു. മാക്സിമം നിങ്ങളുടെ ഇടയിലുള്ള എനർജി ലൈറ്റാക്കി വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിൽക്കാതെ കുറച്ചൊരു കളി തമാശയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നു. പറ്റുമെങ്കിൽ ഒരു യാത്രയൊക്കെ പോകുക ഒരുമിച്ച്, അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈറ്റൻ ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകുന്നതൊക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആളാണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാതെ നോക്കുക, നിങ്ങൾ രണ്ടുപേരും മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നമ്മൾ നോക്കുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 2 സെപ്പറേറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്, അവർക്ക് അവരുടെ പ്രണയ ജീവിതത്തിനെ സംബന്ധിച്ച് അവർ ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും? ഒരു പുതിയ തുടക്കം കാണുന്നുണ്ടല്ലോ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു തുടക്കം കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ഒരു റീലൊക്കേഷനൊക്കെ നടത്തുന്നുണ്ടാവും ഈ ഒരു മാസം. ഓക്കെ, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും താമസം മാറുകയോ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു റീലൊക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു മാസമാണ് എന്ന് ഞാൻ കാണുന്നു. റൂട്ട് ചക്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ റെഡ് കാർഡാണ് കിട്ടിയത്. അതായത് റൂട്ട് ചക്ര, നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്രയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾക്കൊരു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന, ഒരുപാട് ഗ്രോത്ത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് പുരോഗതി കൊണ്ടുവരുന്ന
നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന, നിങ്ങൾക്ക് വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലാക്സിങ് ആയിട്ടുള്ള നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ന്യൂ റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ കിടക്കുന്നത്. നിങ്ങളുടെ പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ സ്വീകരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൂട്ട് ചക്ര ഭയങ്കര ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ കാലം ഓക്കെ, അതിൽ നിന്ന് വിട്ടു പോരാൻ ബുദ്ധിമുട്ടാണ് ഒബ്വിയസ്ലി. പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കാതെയാണ് ആ ഒരു ബന്ധം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പോരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളത് പോരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. ഈ ഒരു മാസം നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് തന്നെ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ധൈര്യസമേതം പുറത്തേക്ക് വരൂ. നിങ്ങൾ ഒരു അനീതിയും ചെയ്യുന്നില്ല എന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, നിങ്ങളൊരു അനീതിയും നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞു പോയ കാലത്തിനോട് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ആവശ്യത്തിലേറെ ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഓർമ്മകളിൽ ജീവിച്ച് കഴിഞ്ഞു. ഇനിയും അതിലിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ദോഷമാകുന്നതാണ്, അല്ലെങ്കിൽ ദോഷം, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക സ്റ്റാഗ്നൻ്റ് എനർജി കൊണ്ടുവരുന്നതിന് തുല്യമാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരണം എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ശരിയാണ്, നിങ്ങളുടെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ചത്. പക്ഷേ എങ്കിൽ പോലും അതോടുകൂടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഒരു പുതിയ റിയാലിറ്റി, ഒരു പുതിയ തുടക്കം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അത് ഈ ഫെബ്രുവരി മാസത്തിൽ അതിലേക്ക് കടക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഈ ഒരു മാറ്റം പെട്ടെന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു യാത്രയിലൂടെ ആവാം ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോഴും നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ കോൺഷ്യസ്ലി പാസ്റ്റിൽ തന്നെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എക്സ് പാർട്ട്ണറിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ മറന്നുപോയി, എനിക്കപ്പോൾ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അത് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് സിംഗിൾ ലൈഫ് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആ സിംഗിൾ ലൈഫിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആകുന്ന, നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്ന, നിങ്ങളുടെ ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു സമയം. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശരിക്കും ആസ്വദിച്ച് തുടങ്ങേണ്ട സമയമാണ്, അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരു സമയമാണ്. അതിന് അവസരം കിട്ടുന്ന സമയമാണ് ഫെബ്രുവരി 2025. അതിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 2 കളക്റ്റീവ്സ് അവർക്കുള്ള ഗൈഡൻസ്? അവരുടെ ഫെബ്രുവരി മാസത്തെ ലവ് ലൈഫിനെ സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് അവസരങ്ങളാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പുതിയ തുടക്കത്തിനൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ മുന്നിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യാം. നിങ്ങളത് സ്വീകരിക്കണം. നിങ്ങളുടേതാണ് ചോയ്സ്, നിങ്ങളുടേതാണ് ഡിസിഷൻ. പക്ഷേ നിങ്ങളത് സ്വീകരിക്കുക. ഓക്കെ, എന്താണ് ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചർ എങ്ങനെയാകും എന്ന് മുന്നേ കൂട്ടി കാണണം, അല്ലെങ്കിൽ മുന്നേ കൂട്ടി അറിയണം എന്ന് പിടിവാശി പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ് ഉണ്ട്. അതായത് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈ അൺനോൺ കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയോ എക്സ്പെക്ട് ചെയ്ത പോലെയോ ആയിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഇനി യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കട്ടെ. അപ്പം ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതം കൂടുതൽ ആസ്വദിക്കും. ഓക്കെ, ആ എക്സ്പെക്റ്റേഷൻസ് കുറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരു സമാധാനം തരുന്നതും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീനൊക്കെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കുന്ന രീതിയിൽ മാറ്റാനായിട്ട് പറയുന്നു. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറയുന്നു. അതൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ അത് ചെയ്തു തുടങ്ങാൻ പറയുന്നു. പ്രത്യേകിച്ച് ഡാൻസിങ് അല്ലെങ്കിൽ സിംഗിങ് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പൊടി തട്ടിയെടുക്കേണ്ട. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പണ്ട് ചെയ്തിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോബി ഉണ്ടാവും, നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോബി ഉണ്ടായിരിക്കും. അതൊക്കെ വീണ്ടും തുടങ്ങാൻ, റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. അതൊക്കെ നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് ഈ പ്രസൻറ്റിൽ തന്നെ ആയിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കണ്ടു റൂട്ട് ചക്രയുടെ ഒരു ഇംബാലൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അതിനായിട്ട്
നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക ഓരോ ദിവസം. എന്നിട്ട് ആ ലിസ്റ്റിൽ ഫോക്കസ് ചെയ്ത് ആ ലിസ്റ്റിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇനി ഗ്രൂപ്പ് 2വിനുള്ള ക്യാപ്സ്യൂൾ ഗ്ലൂസാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രൂപ്പ് 2വിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് ഫെബ്രുവരി 2025 അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് റീഡിംഗ് ആണ് ലഭിച്ചത്. അവർക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്, എക്വേറിയസ്, ടോറസ്. അപ്പോൾ നിങ്ങൾക്ക് ടോറസ്, എക്വേറിയസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 30, 23, 13, 15, 18, 28, 29. ഓക്കെ, 30 എന്തായാലും ഫെബ്രുവരിയിലേക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല കേട്ടോ. പക്ഷേ ഇതിൽ നിങ്ങളുടെ ജനന തീയതികൾ ഉണ്ടായിരിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. 29 അപ്ലിക്കബിൾ ആവില്ല, 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ 29, 30 എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജനന തീയതി ആകാനാണ് സാധ്യത. ബാക്കി ദിവസങ്ങൾ, ബാക്കി ഡേറ്റുകൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. പിന്നെ നമുക്ക് 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെയ് മാസം, നവംബർ, പിന്നെ ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജന്മമാസമായിരിക്കാം എന്ന് കാണുന്നുണ്ട്. നമുക്കതുപോലെ കുറച്ച് ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്, 3 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ശനിയാഴ്ച, ഞായറാഴ്ച, ചൊവ്വാഴ്ച. അപ്പോൾ ഈ ശനി, ഞായർ, ചൊവ്വ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും എന്നാൽ നിങ്ങൾ ജനിച്ച ദിവസം. ഓക്കെ, അതുപോലെ ഈ ദിവസങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ് MKF, I, A, Y, P, R. അപ്പോൾ ഇതിൽ ഉള്ള എന്താ പറയണ്ടേ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാവും, നിങ്ങളുടെ മിഡിൽ നെയിം ഇനീഷ്യൽ ഉണ്ടാവും, നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ പേരിലുള്ള ആൽഫബറ്റ്സും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലൂസ് ഏതൊക്കെയാണോ റെസിനേറ്റ് ചെയ്യുന്നത് അതിനെ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫെബ്രുവരി മാസം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫെബ്രുവരി മാസത്തിലെ നിങ്ങളുടെ പ്രണയ ജീവിതം എങ്ങനെയായിരിക്കും, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഗ്രൂപ്പ് 3 മൊത്തം കളക്റ്റീവ്സിൽ കംപ്ലീറ്റ്ലി സിംഗിൾ ആയിട്ടുള്ള ആളുകൾ, ഇതുവരെയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ ആകാത്ത വ്യക്തികൾ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം തന്നെ കിട്ടിയത്. ഗ്രൂപ്പ് 3 സിംഗിൾ ആയിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ലവ് ലൈഫിൽ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും? ഓക്കെ, ഞാനിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അപ്പോൾ ഫെബ്രുവരി 2025 നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കാരണം ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർ വളരെ ചാമിങ് ആയിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതൊരു നല്ലൊരു കണക്ഷൻ ആയിരിക്കില്ല. ഓക്കെ, ഞാൻ കേൾക്കുന്നത് യു ഡിസേർവ് സമൺ ബെറ്റർ. നിങ്ങൾ ഇതിനേക്കാൾ നല്ല വ്യക്തിയെ ഡിസേർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു വ്യക്തിയിൽ നിന്നാകില്ല ലഭിക്കുക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ഒരു വ്യക്തിയിലെയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഒരു കമ്മിറ്റ്മെൻറ്റിൽ റിലേഷൻഷിപ്പിലാകുന്ന വെച്ചാൽ അതൊരു ഹാർട്ട് ബ്രേക്കിലാണ് അവസാനിക്കുക. നിങ്ങളോട് കുറച്ചുകൂടെ പേഷ്യൻ്റ് ആയിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു വളരെ ടോക്സിക് എനർജിയുള്ള ഒരു കണക്ഷനാണ്. നമുക്ക് ഡബിൾ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏസ് ഓഫ് വാൺസും കൂടെ വന്നപ്പം പ്യുവർലി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഈ ഒരു കണക്ഷനിൽ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കുകയോ നിങ്ങളുടെ ഒരു ശരിയായ ഒരു നിങ്ങളുടെ എന്താ പറയണ്ടേ ട്രൈറ്റ്സ് ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ ഒന്നും അല്ല ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ജസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ, അതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്കാണെങ്കിലും ആ തോന്നുന്ന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെരിഫറൽ ആയിട്ടുള്ള അട്രാക്ഷനാണ്. അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള അട്രാക്ഷൻ ഞാൻ പറഞ്ഞില്ല, അവർ വളരെ ചാമിങ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് വേണോ വേണ്ടിയോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നൊരു മാസമായിരിക്കും ഫെബ്രുവരി 2025. അത് വേണ്ടാന്ന് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലാണ് എത്തിപ്പെടുക. നിങ്ങൾക്കുള്ള വ്യക്തി ആക്ച്വലി ഒരു എന്താ പറയുക ആ ഒരു എനർജിയിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആ ഒരു എനർജിയിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കാണുന്നു. പക്ഷെ അവരാവില്ല എന്താ പറയുക നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തി നിങ്ങൾക്കുള്ള വ്യക്തിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ആ ഒരു ലവ് കോൺടെസ്റ്റിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തി അതല്ല നിങ്ങൾക്കുള്ള വ്യക്തി. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാനും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്കാണ് എത്തുക. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തുക. അപ്പോൾ ഇത്രയും നാളും കാത്തിരുന്നിട്ട് നമ്മളൊരു ഹാർട്ട് ബ്രേക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? നമുക്ക് വേണ്ടത് നമ്മുടെ ട്രൂ പാർട്ട്ണറെയാണ്. അപ്പോൾ ആ പാർട്ട്ണർ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, പ്രസൻസ് ഉണ്ടായിരിക്കും, ആ വ്യക്തി ഉണ്ടാവും നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ. പക്ഷേ നിങ്ങളവരെ കാണുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കൂടുതൽ ഈ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ്ഡ്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതല്ല നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അവർ ഒരു മുന്നോട്ട് വരാൻ കുറച്ചും കൂടെ ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ മൈ ഡിയർ സിംഗിൾസ് ഇൻ ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 സിംഗിൾ ആയിട്ടുള്ളവർക്ക് അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഓക്കെ, നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നു സ്ട്രോങ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. ഓക്കെ, ഒരാളെയും പെട്ടെന്നൊന്നും ജീവിതത്തിലേക്ക് അടുപ്പിക്കരുതെന്ന് പറയുന്നു. അതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ അവസാനമൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ട്. നിങ്ങളുടെ ട്രൂ പാർട്ട്ണർ, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ആ വ്യക്തിയെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ പറഞ്ഞ ഒരു എന്താ പറയണ്ടേ ഒരു പെരിഫറലായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമുള്ള ഒരു വ്യക്തി. ഓക്കെ, ഒരു പ്ലേ ബോയ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വരുന്നത്. ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒക്കെ ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിലാണ് അവസാനിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് അതുകൊണ്ട് ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പറയുന്നു. പിന്നെ നോ പറയണം എന്ന് തോന്നുമ്പോൾ നോ പറയുന്നേ വേണം. അത് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി വരുമ്പോൾ അവരെ കൃത്യമായിട്ടൊരു ബൗണ്ടറി നിർത്തി പുറത്ത് നിർത്തുക. പെട്ടെന്നൊന്നും സ്വീകരിക്കരുത്. അവർ പല തരത്തിലുള്ള അടവുകളും ചിലപ്പോൾ എടുക്കും നിങ്ങളായിട്ടൊന്ന് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ട. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. കാരണം ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ. കാരണം നിങ്ങൾക്കുള്ള വ്യക്തി നിങ്ങളുടെ ആ ഏസ് ഓഫ് കപ്സും 6 ഓഫ് കപ്സും കാണിക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെയും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിൻ്റെയും തമ്മിൽ. ഓക്കെ, അത് സംഭവിക്കാൻ അധികം സമയമില്ല. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. എപ്പോഴും ഓർക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കെയർ, ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ തരുന്നൊരു വ്യക്തിയായിരിക്കും.
ഈ ഒരു വ്യക്തിയിൽ നിന്ന് അത് ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ റെഡ് ഫ്ലാഗ്സ് തിരിച്ചറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പ്രവൃത്തികളിൽ അവർ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ചെയ്യുകയോ നിങ്ങളെ അക്നോളജ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നമ്മുടെ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സ്പൗസ് അവർ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ സിംഗിൾസ്. ഇനി ഗ്രൂപ്പ് 3 കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, മാരീഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും? അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് അവരുടെ ഫെബ്രുവരി 2025 എങ്ങനെയായിരിക്കും? ഒരു സ്വസ്ഥമായ അന്തരീക്ഷം എന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലാണ്, വിവാഹം പ്രപ്പോസൽ കിട്ടാൻ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് പ്രപ്പോസ് ചെയ്യാനൊരു സമയം, ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യപ്പെടാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ നിങ്ങളാണ് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അല്ല, നിങ്ങൾ പ്രപ്പോസ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ കാത്തിരിക്കുന്ന ആ ഒരു വിവാഹം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ആ ഒരു ഫെർദർ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു, ഒരു മാരേജ് ആഗ്രഹിക്കുന്നു, അതിനുള്ള എല്ലാ എനർജിയും ഞാൻ കാണുന്നുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഫെബ്രുവരി മാസം. നിങ്ങളുടെ ഇടയിൽ ആ ഒരു റിലേഷൻഷിപ്പും ഒരു ഇൻറ്റിമസിയൊക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ഒരു ഡെപ്ത് ഉണ്ട്, ജസ്റ്റ് ഒരു ഇൻറ്റിമസി അത് മാത്രമല്ല, അതിലൊരു ഡെപ്തും കൂടിയുണ്ട്. ഓക്കെ, വളരെയധികം നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും ഈ ഒരു കണക്ഷനിൽ. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു വിഷ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്ന മാസം, അതാണ് ഫെബ്രുവരി മാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും ആ ജീവിതത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പാർട്ട്ണർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊരു മാറ്റമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകുക. ആ ആഗ്രഹം സബലീകരിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രപ്പോസ് ചെയ്യപ്പെടണം എന്നാഗ്രഹിച്ച ഒരു മാസമായിരിക്കും, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യണം എന്നാഗ്രഹിച്ച മാസമായിരിക്കും. അത് നടക്കുന്ന മാസമാണ് ഫെബ്രുവരി മാസം. നിങ്ങൾ എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മാരീഡ് ആയിട്ടുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളെ തന്നെ, അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പരസ്പര ഒരു ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, മാരീഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു, നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പിനെ ആ ഒരു മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് അതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇനി ഒരു മാരേജിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ വളരെ സെക്യൂർ ആണ് ഈ ഒരു തീരുമാനത്തിൽ. നിങ്ങൾക്ക് അതിൽ യാതൊരു വേണോ വേണ്ട അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. നിങ്ങളോട് പറയലും അങ്ങനെ കല്യാണം ആയില്ലേ എന്ന് ചോദിച്ചാൽ ആയി, ഇത്രയും നാളും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ, ഇനി മാരേജിലേക്ക് കിടക്കുകയാണ്, അപ്പോൾ ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇല്ല, ടെൻഷനൊന്നുമില്ല, അതെങ്ങനെയായിരിക്കും ആ ലൈഫ് എന്ന് അറിയാനൊരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ചിന്ത വളരെ പോസിറ്റീവായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഷുവറിറ്റി ഉണ്ട്, അതായത് ലൈഫ് നന്നായിരിക്കും, മുന്നോട്ട് നന്നായിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഒരു മാരീഡ് ലൈഫും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുകയാണ് ചെയ്യുക എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കിടക്കുന്നു, ന്യൂ റിയാലിറ്റിയിലേക്ക് കിടക്കുന്നു, നെക്സ്റ്റ് ഫേസിലേക്ക് കിടക്കുന്നു. അതിനൊരു മാസമാണ് നിങ്ങളുടെ ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് എന്താ പറയണ്ടേ, കാത്തിരുന്ന ഒരു സംഭവം, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നൊരു സമയം, ഒരുപാട് സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയം, നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സമയം. ഓക്കെ, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്, അവർക്കുള്ള അവരുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം 2025 എന്നെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് യൂണിവേഴ്സ് നൽകാനുള്ളത്?
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് എംപറർ കാർഡാണ്. വാ, അടിപൊളി. നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആ ഒരു സെൽഫ് കെയർ, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ്, അതൊന്നും ഇവിടെ അവസാനിപ്പിക്കരുതെന്ന് പറയുന്നു. ഇത് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ് നടക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയുന്നതാണ്, നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് കൂടുതൽ ഫുൾഫില്ലിംഗ് ആകാൻ പോകുന്നു. 10 ഓഫ് കപ്സ് ഒക്കെ കിട്ടിക്കണം, ഹാപ്പിലി എവർ ആഫ്റ്റർ. അതും അത് ഫാമിലി ലൈഫ്, ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ടുള്ളൊരു കമ്മിറ്റഡ് ലൈഫ്, ആ മാരീഡ് ലൈഫ്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളാ ഒരു കേൾക്കുന്നവരാരാണോ നിങ്ങളാണ് ഡിവൈൻ മസ്കുലിൻ എനർജിയിലായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടു കൂടെ, ആ ഒരു ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോവുക. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലോങ് ടേം കമ്മിറ്റഡ് ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികളൊക്കെ ഉണ്ടായി നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് അത്രയും മനസ്സിന് സന്തോഷം തരുന്ന ഒരു തീരുമാനമായിരിക്കും നിങ്ങൾ ഈ എടുക്കുന്നത് ഈ ഒരു മാസം. ഓക്കെ, പിന്നെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങളൊരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയാണ്, നിങ്ങളുടെ പാർട്ട്ണറുടെയും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണെന്ന് കാണുന്നു. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളാണ് അവിടെ എന്താ പറയേണ്ടത്, ലീഡ് ചെയ്യേണ്ടത് ആ ഒരു മാറ്റത്തിൽ. നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഒരു ഇൻഹിബിഷൻ കാണിക്കാം, പക്ഷേ നിങ്ങളാണ് അവർക്ക് ധൈര്യം കൊടുത്ത് അവരോട് നമുക്ക് ധൈര്യമായിട്ട് പോയത് നമ്മൾ ആഗ്രഹിച്ച മാറ്റമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കാണുന്നു. കാരണം നിങ്ങളാണ് ആ ഒരു മസ്കുലിൻ എനർജിയിൽ നിൽക്കേണ്ടത്, ഡിവൈൻ മസ്കുലിൻ എനർജിയിൽ നിൽക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഫുൾഫില്ലിംഗ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ആ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കറക്റ്റായിരിക്കും. നിങ്ങളുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാനൊരു കൺഫ്യൂഷൻ ഉണ്ടോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ആണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരും. യെസ് എന്നാണോ, നോ എന്നാണോ, ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തരും. അതിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അത് ഫോളോ ചെയ്യുക, അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു കമ്മിറ്റഡ് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മാരേജിലേക്ക് കടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ന്യൂ ഫേസിലേക്ക് കടന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെൽഫ് ലവ് എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ സെൽഫ് കെയർ പ്രാക്ടീസസ് ഒന്നും നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നും കൂടെ യൂണിവേഴ്സ് എടുത്ത് പറയാൻ കേട്ടോ. ഇനി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഗ്രൂപ്പ് 3യിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്, അവരുടെ ലവ് ലൈഫ് ഈ ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയായിരിക്കും? നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നടക്കുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ മാനിഫെസ്റ്റേഷൻ പൂർത്തീകരിക്കുന്ന, അത് സക്സസ്ഫുള്ളി നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു വർഷം, അല്ല ഒരു വർഷം. ഓക്കെ, ഈ വർഷത്തിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു പർട്ടിക്കുലർ കളക്റ്റീവിനെ, നിങ്ങളെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല വാർത്തയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ നല്ല വാർത്ത നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ മാസമാണ് ഫെബ്രുവരി മാസം. ആ നല്ല വാർത്ത കിട്ടുന്നതോടുകൂടെ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിങ് ഫേസ് നിങ്ങളതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരികയാണ് എന്ന് കാണുന്നു. മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ധൈര്യം, ഇനി മുന്നോട്ട് പോകാനൊരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതായത് ഇപ്പോൾ മുന്നത്തെ റിലേഷൻ വർക്ക് ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകാതിരുന്ന ആ ഒരു റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ ഇനി ഇതിലൊന്ന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരു പ്രണയത്തിലും അല്ലെങ്കിൽ സ്നേഹത്തിലൊക്കെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന, അതിൽ നിന്ന് നിങ്ങൾ ഹീൽഡ് ആകുന്നൊരു മാസമാണെന്ന് കാണുന്നു. നിങ്ങൾക്കൊരു ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കണം എന്ന്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ന്യൂസ് കേൾക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം. എന്തായാലും അതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമാണ്. അതൊരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ,
ആ ഒരു ന്യൂസ് കിട്ടുന്നതോടുകൂടെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഫേസ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, സെപ്പറേറ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ഹീലാകാനായിട്ട് നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നു. പക്ഷേ നിങ്ങൾക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ. വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. കൃത്യമായ ബൗണ്ടറി ഒക്കെ നിങ്ങൾ ഇടുന്നുണ്ട് ആളുകളായിട്ട്. ഇപ്പോൾ ഇനി നിങ്ങളൊരാൾ വേദനിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എടുക്കുന്ന ഒരു തീരുമാനം കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചഴിഞ്ഞ് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളതിന് പൂർണ്ണമായി തൃപ്തിയായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായി തയ്യാറാകുമ്പോൾ മാത്രമേ അതിലേക്ക് പോകുള്ളൂ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ. പിന്നെ എന്താ പറയുക, കഴിഞ്ഞു പോയ നഷ്ടങ്ങളെ ഇപ്പോൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ ഉണ്ടായത് അതിൽ നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. ആ നഷ്ടങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിട്ട് ഞാൻ നിങ്ങൾ കാണുന്നു. ഓക്കെ. നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ എന്നാലും സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കാതെ അത് സംഭവിച്ചു, അത് നടക്കേണ്ടതായിരുന്നിരിക്കണം, അല്ലാതെ ഇപ്പോൾ അതങ്ങ് നടക്കാനൊരു യാതൊരു വഴിയില്ല, നടക്കേണ്ടതായിരിക്കണം, അതെന്തായാലും എൻ്റെ നല്ലതിനായിരിക്കും. ഓക്കെ. അങ്ങനെ നിങ്ങൾ അതിനെ വേറൊരു വ്യൂവിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. അതിനെ ശ്രമിക്കുന്നൊരു മാസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ നല്ലതിനാണ്, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതെൻ്റെ നല്ലതിനാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണെന്ന് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിവോഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങളുടെയാണ് എനിക്ക് എനർജി കിട്ടുന്നത്. നിങ്ങൾ ആ ഡിസിഷൻ റൈറ്റാണ്, അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഈ പറഞ്ഞ പോലെ ഈ പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോഴേ വെറുപ്പ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരാൾക്കാരൊക്കെ ആയിരിക്കാം. അതൊക്കെ മാറി നിങ്ങൾ വളരെയധികം അതിനൊക്കെ വീണ്ടും നിങ്ങൾ ആ ഒരു ലൈഫിൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരുന്നു, ആ മാറ്റങ്ങൾ. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നുണ്ട് ഈ ഒരു മാസം. നിങ്ങളതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ അതിനൊക്കെ സ്വീകരിക്കുന്നു. നിങ്ങൾ അതിനൊന്നും എന്താ പറയുക, അതൊന്നും ശരിയല്ല, അതൊന്നും സത്യമല്ല, അങ്ങനത്തെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കുക. ഓക്കെ. പക്ഷെ അതൊക്കെ നിങ്ങൾ ആ ഒരു രീതിയെ വേണ്ടാന്ന് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ തന്നെ മാറ്റം വരുത്തണം. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു കാലം, അതിൽ നിന്ന് ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു. ഞാൻ ഒരുപാട് എൻ്റെ കുറവുകൾ എന്താണെന്നും ഞാൻ എന്തൊക്കെ മാറണമെന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഒരു പാർട്ട്ണറിൽ നിന്ന് ഞാൻ എന്താഗ്രഹിക്കുന്നു എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് ചേരുന്ന പങ്കാളിയെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ. അതിനായിട്ട് നിങ്ങൾ ധൃതി വെക്കുന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പങ്കാളിയെ അല്ല, നിങ്ങൾ ധൃതി വെക്കുന്നില്ല പക്ഷേ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഷിഫ്റ്റ്, മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു നല്ല വാർത്ത. ഓക്കെ. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ് അവരെ പ്രണയജീവിതത്തെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ആ സിംഗിൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ സിംഗിൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറയുന്നു. ഒരുപാട് സർപ്രൈസസ്, ഒരുപാട് ട്വിസ്റ്റും ടേണൊക്കെ നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ ഈ ഒരു മാസം സംഭവിക്കും. അതിനൊക്കെ നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിനൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ. നിങ്ങളോടൊരു എംപ്രസ് എനർജിയിലായിരിക്കാനാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വരുന്ന പുതിയ എനർജി, പുതിയ ആളുകളെ പരിചയപ്പെടുന്നത്, ആ ഷിഫ്റ്റ്, മാറ്റങ്ങൾ, ഇതെല്ലാം അതിനൊക്കെ നിങ്ങൾ തയ്യാറാണിപ്പോൾ. ഓക്കെ. നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് ആ മാറ്റങ്ങൾ വരുന്നത്, ആ പുതിയ വ്യക്തികൾ വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വരുന്ന മാറ്റങ്ങളെ, ആ പുതിയ വ്യക്തികളെ, പുതിയ എനർജീസിനെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ തേടി പോകാതെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ, നിങ്ങളിലേക്ക് വരുന്ന പുതിയ ബന്ധങ്ങൾ, അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ. നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ്, ഇപ്പോൾ സിംഗിളാണ്, ആ സിംഗിൾ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. നിങ്ങളുടെ തന്നെ കമ്പനിയിലായിരിക്കുക, അത് എൻജോയ് ചെയ്യുക, അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളത് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ ഫ്രൂവിഷനിലേക്ക് വരുന്നതും. ഓക്കെ. നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ് ഫേസ് നിങ്ങൾ പുറത്തേക്ക് വരുന്നതും എല്ലാം നിങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ മാറ്റുണ്ടാകുന്നതൊക്കെ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഈ സോളിറ്റ്യൂഡ്, നിങ്ങളുടെ ഈ ഒരു ഏകാന്ത ജീവിതത്തിനെ നിങ്ങളത് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഓക്കെ. അത് എളുപ്പമല്ല. ആ ഒരു ഏകാന്തതയെ ആസ്വദിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾക്കതിനെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്കൊരു തോൽവി ഉണ്ടാവില്ല. ഓക്കെ.
എപ്പോഴും മനുഷ്യന് ഒരു പതറിപ്പോകുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുമ്പോഴാണ്. പക്ഷെ ആ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങളതിൽ ഒരാൾക്ക് നിങ്ങൾ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ വിജയിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ റൈറ്റ് പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഏകാന്തമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനെ നമ്മളത് ആസ്വദിക്കുമ്പോൾ, ഓക്കെ, നമ്മളുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു സമയത്തിന് നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ റൈറ്റ് പേഴ്സൺ വരുമ്പോൾ മതി ഇനി അങ്ങനെ ഒരു ജീവിതം എന്ന് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുള്ളൂ. ആ ഏകാന്തതേനെ ആസ്വദിക്കാൻ ശ്രമിക്കാതെ, അതിനുപോലെ ശ്രമിക്കുന്ന പോലുമില്ല, അങ്ങനത്തെ ആളുകളാണ് എത്രയും പെട്ടെന്ന് റിലേഷൻഷിപ്പ് വേണമെന്ന് ഡെസ്പറേറ്റ് ആയിട്ട് തെറ്റായ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അതാ പറയണേ. ഒരുപാട് സർപ്രൈസസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം. നിങ്ങളുടെ ഈ ലവ് ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വരുന്നത് പോലെ സ്വീകരിക്കുക. അത് നിങ്ങളിലേക്ക് തേടി വരുന്നതാണ്, നിങ്ങൾ തേടി പോകുന്നതല്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങളത് സ്വീകരിക്കുക. വളരെ ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷൻ, ആ ഒരു കെയർ അത് നിങ്ങൾക്ക് തന്നെ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും ആ ഒരു സ്നേഹവും കമ്പാഷനും ഒക്കെ കാണിക്കുക. നിങ്ങളെ ഇമോഷണലി വൾണറബിൾ ആകാൻ സാധിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇമോഷണലി വൾണറബിൾ ആകണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു ഇമോഷണൽ സൈഡിനെ നിങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യണം എന്നാണ് പ്രത്യേകിച്ച് എടുത്ത് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ ഗ്രൂപ്പ് 3 നിങ്ങളുടെ 3 സബ് സെക്ഷൻസിലെയും റീഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 3യുടെ അവരുടെ ലവ് ലൈഫ് ഈ ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസാണ് അവർക്ക് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കിട്ടിയ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് ഇനീഷ്യൽസാണ് കിട്ടിയിരിക്കുന്നത്. TI നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ 2 ആൽഫബറ്റ് അല്ലെങ്കിൽ ഇതിലൊരെണ്ണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 8, 23, 13, 29, 9, 11, 15, 1. ഓക്കെ, അപ്പോൾ ഇതിൽ 29 ഈ ഫെബ്രുവരി മാസത്തിൽ പെടില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി ആകാം. നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടാവും കേട്ടോ. പക്ഷേ 29 ഒഴികെ ബാക്കി തീയതികൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് 3 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അതായത് വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ ആ വീക്കെൻഡ് ടൈം അത് ചിലപ്പോൾ ഇതിലേതെങ്കിലും ദിവസം നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളും ഫെബ്രുവരി മാസത്തിൽ ഈ ദിവസങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോഡിയാക് സൈൻ കിട്ടിയിട്ടുള്ളത് ജെമിനായി, ഏരീസ്, പൈസീസ്. ഓക്കെ, നിങ്ങൾക്ക് ജെമിനായി, ഏരീസ്, പൈസീസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടാകാം. പിന്നെ നമുക്ക് സ്പ്രിംഗ് സീസൺ കിട്ടിയിട്ടുണ്ട്, ഓട്ടം ഫോൾ സീസൺ. സ്പ്രിംഗ് എന്ന് പറയുമ്പം ഒരു മാർച്ച് ഏപ്രിൽ മാസമാണ് സ്പ്രിംഗ് സീസൺ വരുന്നത്. മെയ് വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സീസൺ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ചിലപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. പിന്നെ ഓട്ടം ഫോൾ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഫസ്റ്റ് വീക്ക്. അപ്പോൾ ഈ പറയുന്ന മാസങ്ങളിൽ ഏത് നിങ്ങൾ ജനിച്ച ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലാവസ്ഥയായിരിക്കാം. ഓക്കെ, അത് പിന്നെ 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ജൂലൈ, ജാനുവരി. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനനമാസവും ആകാം. അപ്പോൾ ഇത്രയും ക്ലൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ക്ലൂസ് സ്വീകരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായി മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫെബ്രുവരി മാസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക്